ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കറി ലീവ്സ് പ്രോൺസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതൊരു ആന്ധ്ര സ്റ്റൈൽ ഡിഷാണ്. പേര് മാതിരി കരിവേപ്പിലയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. നല്ലോണം കഴുകി വൃത്തിയാക്കിയ കരിവേപ്പിലയാണിത്. ഇതൊരു 2 കൊത്ത് കരിവേപ്പില ഉണ്ടാവും. ഇതൊരു പാനിലേക്ക് ഇട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇതൊരു 5 to 10 മിനിറ്റ്സ് നല്ലോണം ലോ ഫ്ലെയിമിൽ കിടന്ന് ഡ്രൈ റോസ്റ്റ് ആവണം. ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കയ്യിൽ പിടിക്കുമ്പോൾ നല്ലോണം പൊടിയണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ലോണം ഡ്രൈ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഇളക്കുമ്പോൾ നല്ല ചിൽന്ന് ശബ്ദം വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. കരിവേപ്പില നമുക്ക് വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തും പൊടിക്കാവുന്നതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനാണ് ഇങ്ങനെ പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യണേ. ഇപ്പോൾ കരിവേപ്പില നല്ലോണം ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന ഡ്രൈ റോസ്റ്റ് ആയി. നമുക്ക് ഇതിനി ഒരു മിക്സി ജാറിലെടുത്ത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നമുക്ക് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. കരിവേപ്പില പൊടി ഇപ്പോൾ റെഡിയായി. നല്ലോണം സ്ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ഫൈനായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് കരിവേപ്പില നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ പോണ വരെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് നല്ലോണം കരിവേപ്പില ഇട്ട് മൂപ്പിക്കുക. അടുത്തത് നല്ലോണം തിന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർക്കാം. ഈ ഡിഷിന് സവാള നല്ലോണം ബ്രൗൺ ആവണം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നല്ലോണം വറുത്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലോണം ബ്രൗൺ ആയി. നമ്മൾ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒരു 5 മിനിറ്റ് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം. പ്രോൺസ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 to 6 മിനിറ്റ്സ് ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് ആയി. പ്രോൺസ് ഒരു 85-90% കുക്ക് ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ലേശം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോണത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് നല്ലോണം വരട്ടിയെടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള 10-15% പ്രോൺസ് വെന്തോളും. തേങ്ങാപ്പാൽ നല്ലോണം വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർക്കാം. കുരുമുളക് പൊടി മാത്രമാണ് ഈ ഡിഷിൻ്റെ എരിവിന്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർക്കാവുന്നതാണ്. ജീരകവും കുരുമുളകും ചേർത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അവസാനം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കരിവേപ്പില ചേർക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ കരിവേപ്പില പൊടിയാണ് ചേർത്തേക്കണേ. കരിവേപ്പില പൊടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ കറി ലീവ്സ് പ്രോൺസ് റെഡിയായി. ഇത് ആപ്പത്തിൻ്റെ ഒപ്പോ പത്തിരിയുടെ ഒപ്പോ ഇടിയാപ്പം അല്ലെങ്കിൽ റൈസിൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ്. നിങ്ങൾ എല്ലാവരും ഈ വീക്കെൻഡ് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്വാദായിരിക്കും. ഒരു ഡിഫറെൻറ്റ് നോൺ വെജ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. For more such videos, please like, share and subscribe to my channel. Thank you.